അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മളിതുപോലെ റിംഗ് ലൈറ്റൊക്കെ വാങ്ങിയിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അറിയാതൊക്കെ ഇരിക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹസീന ഉബൈദ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ ഇവിടെ ഒരു ട്രൈപ്പോഡും റിംഗ് ലൈറ്റും അൺബോക്സിങ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ എങ്ങനെ ഫിറ്റ്, ട്രൈപ്പോഡും റിംഗ് ലൈറ്റൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നൊക്കെ അവൾ കാണിച്ചു തരാം. കിട്ടിയിട്ട് കുറേ ആൾക്കാർ ഇത് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊന്ന് നല്ലപോലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്ക ഗിഫ്റ്റ് തന്നതാണ്, സർപ്രൈസ് ചെയ്യുന്നത്. കാരണം എനിക്കിത് ഞാൻ കുറേ ആയിട്ടിത് വാങ്ങണം. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് വേണമല്ലോ. അപ്പോൾ വേണമെന്നൊക്കെ വിചാരിച്ചിരുന്നേന്ന് വന്നിരുന്നു. അപ്പോൾ ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അപ്പോൾ ഒക്കെ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ ട്രൈപ്പോഡ്, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാക്കിയപ്പോൾ തന്നെ ട്രൈപ്പോഡ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. എത്ര നമ്മൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഇതാക്കാം. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് ഇതാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മളെ റിംഗ് ലൈറ്റ് ഇതാണ്. ഇത് 3 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് വേണം ഈ റിംഗ് ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ. ഇപ്പോൾ കേട്ടോ ഈ ഒരു ഹോളുള്ള ഭാഗം, ഇത് നമ്മൾക്ക് റിംഗ് ലൈറ്റ് പിന്നെ ഇങ്ങനെ ചെരിച്ചൊക്കെ കൊടുക്കാനും അതിനൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതൊരു ആവശ്യമില്ലാത്ത ഒന്നാണ്. ഞാനിത് ഒന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെ ഞാനിത് ഒഴിവാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ആ സ്ക്രൂ ഇട്ടിട്ടൊന്ന് ടൈറ്റാക്കി ഇത് ഇവിടെ തിരിച്ച് കൊടുത്താൽ നമ്മൾക്ക് ഇത് ലൂസാക്കി കൊടുത്താൽ ഇതിങ്ങനെ റിംഗ് ലൈറ്റ് ഇങ്ങനെ നമ്മൾക്ക് ഏത് ഭാഗത്തേക്ക് ആക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആക്കാം. ഇതൊരു ആവശ്യമില്ലാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ എല്ലാവരും അഭിപ്രായം എന്താണെന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. എന്നിട്ട് ഇതിലാണ് പിന്നെ നമ്മുടെ ലൈറ്റ് ഇവിടെ എന്താ ഫിറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമ്മളെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളി. നമ്മളിവിടെ ഈ ഒരു ഇതിപ്പോൾ ഫിറ്റ് ചെയ്ത് അത് നമ്മൾ ഈ റിംഗ് ലൈറ്റ് ഇങ്ങനെ ചെരിച്ച് ഇതാക്കിയൊക്കെ കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾക്ക് എങ്ങനെ ആക്കണമെങ്കിൽ ടൈറ്റാക്കി കൊടുക്കുക. പക്ഷെ അത് എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഞാനത് അഴിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ വെക്കുമ്പോൾ റിംഗ് ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾക്ക് ഫോൺ വെക്കാനുള്ളതാണിത്. ഇങ്ങനെ നമ്മൾക്ക് ഊരിയെടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക, ഒരു സൗണ്ട് വരും. എന്നിട്ട് പിന്നെ നമുക്ക് ഇതുകൊണ്ട് അതൊന്ന് നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഈ ഒരു സംഭവം പിന്നെ നമ്മൾക്ക് ഫോണ് എങ്ങനെ വെക്കണം ഇതാക്കണം അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ അതിനുള്ളൊരു ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിവിടെ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇതൊന്നിവിടെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പം ഇനി ഇതിലാണ് നമ്മൾ ഫോൺ വെച്ച് കൊടുക്കേണ്ടത്. ഇത് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഇതാക്കി എന്താ കാണുന്നുണ്ടോ ഈ ഒരു സംഭവം. ഇവിടെ നമുക്ക് ഫോൺ വെച്ച് വെക്കാൻ ഇതിങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫോണ് ഇതിലിങ്ങനെ ഫോൺ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഫോൺ വെക്കുമ്പോൾ കണ്ടില്ല ഇത് മറിഞ്ഞ് വരുന്നേ.
അപ്പോൾ ഇതിൻ്റെ ഒരു ഇവിടെ ഈ ഒരു റിംഗ് ലൈറ്റ് ഇതാക്കാനുള്ള അതിൻ്റെ ഒരു ആവശ്യം നമ്മൾക്കില്ല. ഫോണ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇതായി നിൽക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് അതൊന്ന് ഒഴിവാക്കാം. അത് ഒഴിവാക്കിയിട്ടൊന്ന് പിന്നെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ കത്തിയിട്ട് കാണിച്ചു തരാം. അതെടുത്ത് ഒഴിവാക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. ഇത് നമ്മൾക്ക് ഇങ്ങോട്ട് ഊരി വെക്കാം. ഇനി നമ്മൾക്ക് ഇവിടെ അത് സ്ക്രൂ ചെയ്തൊരു ഭാഗമില്ലേ, ഇവിടെ അത് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണേ ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ. നമ്മളെല്ലാം ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പം അതെടുത്തിട്ട് ഇനി നമ്മൾക്കിത് നോക്കട്ടോ. ഇപ്പം ഇതാ ഇപ്പം അത് സ്റ്റാൻഡിങ്ങനെ ചെരിഞ്ഞ് വരുന്നൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾക്ക് ഓഫ് ഓണൊക്കെയാണ്. പിന്നെ ഇത് നമ്മൾക്ക് ലൈറ്റ് കുറയ്ക്കാനുള്ളതാണ്. ഇത് നമ്മൾക്ക് ലൈറ്റ് ഓരോന്ന് മാറ്റി കൊടുക്കാനുള്ളതാണ്. ഇത് ലൈറ്റ് കൂട്ടാനുള്ള. അപ്പോൾ ഇതെങ്ങനെ കാണിച്ചത്. ഇത് നമ്മൾ ഇതുപോലെയുള്ള അഡാപ്റ്റർ ഉണ്ടാവുമല്ലോ, അതിലാണ് ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കേണ്ടത്. ഫോണൊക്കെ നമ്മൾ ചാർജ് ആക്കണ പിന്നില്ലേ, അപ്പോൾ അതിലുണ്ടാവും. ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് എന്നിട്ട് നമ്മൾ പ്ലഗ് ഇടും, സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ ഓണായി, ലൈറ്റ് ഓണായി. ഇനി നമുക്ക് അടുത്തത് വേറെ നോക്കാം. ഇത് പിന്നെ ഓഫാക്കുക. ഇത് നമുക്ക് ഇത് ഒന്ന് ലൈറ്റ് കുറച്ച് കൊടുക്കുക. അപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. കണ്ടില്ലേ, മുഖത്തേക്കാകുമ്പോൾ നല്ല വെളിച്ചല്ലേ. പിന്നെ ഇതിലൊന്ന് ഇത് നമ്മൾക്കിത് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇതൊന്ന് ഇത് ഭംഗി, ഇത് നല്ല മുഖത്തേക്കൊക്കെ വരുമ്പോൾ നല്ലൊരു വെളിച്ചമുണ്ട്. പിന്നെ ഇതൊരു ലൈറ്റ്, പിന്നെ ഇതൊന്ന്, 3 എണ്ണമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എത്ര ഇത് നോക്കട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ അത് നമ്മളെ ഡോറിൻ്റെ ഏകദേശം ഉണ്ടല്ലേ, അത്ര നമ്മൾക്കിത് ഉണ്ട്, ഹൈറ്റ് കിട്ടുന്നുണ്ട്.
കണ്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് എത്ര ഉയർത്തി വെച്ചിട്ടും ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാൻ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.